മാനസികാവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കുമുണ്ട്, മലയാളികൾക്കുമുണ്ട്. മാനസികാരോഗ്യ വിദഗ്ധർ പറയുന്നത് ഏതാണ്ട് 10-30% ആളുകൾ വ്യത്യസ്ത തരം മാനസിക രോഗങ്ങൾക്ക് അടിമയാണെന്നാണ്. അത് വളരെ മൈൽഡായിട്ടുള്ളതുണ്ട്, മോഡറേറ്റ് ആയിട്ടുള്ളതുണ്ട്, സിവിയർ ആയിട്ടുള്ളതുണ്ട്. പലപ്പോഴും സോഷ്യൽ സ്റ്റിഗ്മ ഉള്ളതുകൊണ്ട് ഈ അസുഖത്തിന് ചികിത്സ എടുക്കുന്നവർ അങ്ങനെ പുറത്തു പറയാറില്ല. ആ ഡോക്ടർമാരുടെ കൺസൾട്ടേഷനും പലപ്പോഴും 5 മണി മുതൽ രാത്രി 12-1 മണി വരെയുമാണ്. കാരണം പകൽ വെളിച്ചത്തിൽ തങ്ങളൊരു മാനസിക രോഗിയാണെന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ താല്പര്യപ്പെടാത്തവരാണ് അധികവും. ഈ മാനസിക രോഗത്തിൻ്റെ പ്രായം സാധാരണയായി ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാകുന്നത് ഒരു 30-35 വയസ്സ് മുതൽ അങ്ങോട്ടാണ്. അപ്പോഴേക്കാണ് ഈ മനുഷ്യൻ്റെ ജീവിതത്തിലെ പല ചിന്തകൾ, പല സമ്മർദ്ദങ്ങൾ, പല തിരിച്ചടികൾ, ഡിപ്രഷൻ, ന്യൂറോസിസ്, സൈക്കോസിസ്, സ്കീസോഫ്രീനിയ അടക്കമൊക്കെയുള്ള വ്യത്യസ്തമായ രോഗങ്ങളുടെ വിവിധ ലക്ഷണങ്ങൾ പല രൂപത്തിലും ഭാവത്തിലും കാണുന്നത്. അതിനെക്കുറിച്ചൊന്നും പറയാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ മലയാളികൾക്കിടയിൽ, പ്രത്യേകിച്ച് വളരെ പ്രൊഡക്റ്റീവ് ഏജ് ഉള്ള കുഞ്ഞുങ്ങൾക്കിടയിൽ കണ്ടുവരുന്ന ഒരു പുതിയ മനോരോഗമുണ്ട്. നീറ്റോമാനിയ എന്നോ നീറ്റോഫോബിയ എന്നോ ആ അസുഖത്തെ വിളിക്കാം. നീറ്റ് പരീക്ഷ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ന് രക്ഷകർത്താക്കളിൽ മഹാഭൂരിപക്ഷം പേരുടെ ആഗ്രഹം ഡോക്ടറാക്കുക എന്നുള്ളതാണ്. പിന്നെ കിട്ടിയില്ലെങ്കിൽ എഞ്ചിനീയർ ആയാലും കുഴപ്പമില്ല എന്നുള്ളൊരു സ്ഥിതിയുമുണ്ട്. അതൊരു സമാശ്വാസ കോഴ്സായിട്ടാണ് എഞ്ചിനീയറിങ്ങിനെ കാണുന്നത്. നമ്പർ 1 ഡോക്ടർ ആവുക, MBBS കിട്ടുക എന്നുള്ളതാണ്. ഈ നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഒരു കുട്ടിയെ ഈ പരിശീലന കേന്ദ്രങ്ങളിൽ കൊണ്ടുവന്ന് ആക്കുകയാണ്. ഇത് ആക്കി കഴിയുമ്പോഴേക്കും സ്വതന്ത്രമായി +2ഉം +1ഉം ഒക്കെ പഠിച്ച കുട്ടി വേറൊരു ലോകത്തെത്തിയതുപോലെയാണ് തോന്നുന്നത്. അവിടുത്തെ അഭിമുഖം, അവിടുത്തെ മുതലാളിമാർ എല്ലാം വ്യത്യസ്തരാണ്. അവരുടെ ശൈലി, അവരുടെ രീതി, അത്തരം കാര്യങ്ങളൊക്കെയും സാധാരണ സ്കൂളുകളിൽ കാണുന്നത് പോലെയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കാണുന്നത് പോലെയോ ഒന്നുമല്ല. അവിടെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നവരും അങ്ങനെയാണ്. ആകെ ഒരു ഡോക്ടറാവാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഒരുപാട് മനുഷ്യരുടെ, നമ്മൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ജിംനേഷ്യത്തിൽ രാവിലെ എത്തുന്ന ആളുകളുടെ ഒരു രീതിയും സ്വഭാവവും ഒക്കെ കാണാൻ കഴിയും. ജിംനേഷ്യത്തിൽ പിന്നെയും റിലാക്സ് ചെയ്യുന്ന മൊമെൻറ്റ്സ് ഉണ്ട്. ഇതങ്ങനെ റിലാക്സേഷൻ പോലുമില്ല. പ്രഷറോടെ പ്രഷർ. പഠിക്കുന്നു, ഉറക്ക പഠിക്കുന്നവരുണ്ട്. ഒരു മുറിയിൽ 4-5 പേരുണ്ട്. ചിലർ 8 മണിക്ക് ഉറങ്ങി 3 മണിക്ക് എഴുന്നേൽക്കുന്നവർ, ചിലർ 3 മണിക്ക് ഉറങ്ങുന്നവർ, ചിലർ ഉറക്ക വായിക്കുന്നവർ, ചിലർ നിശബ്ദമായി വായിക്കുന്നവർ. ഇങ്ങനെ വ്യത്യസ്ത ശീലങ്ങളുള്ള 4-5 പേരെയാണ് ഒരു മുറിയിൽ താമസിപ്പിച്ച് ഈ പരിശീലനം അങ്ങോട്ട് കത്തിച്ചു വിടുന്നത്. പിന്നെ മാർക്കുകളുടെ പ്രളയം, അനാവശ്യമായ കമ്പാരിസൺ, ഈ സമ്മർദ്ദങ്ങളെല്ലാം കൂടി വന്ന് ഈ പരീക്ഷയുടെ ദിവസങ്ങളാവുമ്പോഴേക്കും വളരെ ജൈവികമായ സ്വഭാവമുള്ള ഒരു കുട്ടി യാന്ത്രികമായ എന്തോ ഒരു വസ്തുവിനെ പോലെ ആയി മാറും. തുറിച്ചു നോക്കുന്ന കണ്ണുകൾ, വല്ലാത്ത സമ്മർദ്ദം, വിയർക്കുന്നു. കുറേ പേർ പരീക്ഷാ ഹാളിൽ തന്നെ പോയി കുഴഞ്ഞു വീണ് ഛർദ്ദിച്ച് മറ്റൊരു രൂപത്തിലേക്കെത്തും. കുറേ പേർ എങ്ങനെയെങ്കിലുമൊക്കെ അത് തട്ടിക്കിഴിച്ച് പുറത്തു വരും. കാത്തിരിപ്പാണ്. അവസാനം കട്ട് ഓഫ് മാർക്കും അതിൻ്റെ കണക്കുമൊക്കെ വരുമ്പോഴേക്കും സംഗതി പുറത്തുപോയി. പിന്നെ വലിയൊരു നിരാശ. ആ നിരാശയിൽ നിന്ന് വീണ്ടും ഊർജം ഉൾക്കൊണ്ട് അടുത്ത റിപ്പീറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ വർഷം 2 ആവുകയാണ്. ഈ 2 ആകുന്നതോടൊപ്പം ഈ മാനസിക സമ്മർദ്ദവും ഏതാണ്ട് ഇരട്ടിയാവുകയാണ്. ഇനി ഒന്നുകൂടി എങ്ങനെയാവും? കിട്ടിയില്ലെങ്കിൽ 2 വർഷം പോയല്ലോ. ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഈ 1-ാം വർഷം കിട്ടാതെ വരുന്ന കുട്ടികളുണ്ടല്ലോ, അവർ സമാശ്വാസമായി എഞ്ചിനീയറിംഗ് എടുത്താൽ അവരൊരു ഇഷ്ടവും എഞ്ചിനീയറിംഗ് കോഴ്സിനോട് ഉള്ളതുകൊണ്ട് അത് പഠിക്കുമല്ല. അവരുടെ മനസ്സ് മുഴുവൻ കഴിഞ്ഞ നീറ്റ് പരീക്ഷയിലൂടെ ഇങ്ങനെ ആവാഹിച്ചെടുത്ത വികാരം അതിൻ്റെ കെട്ടിറങ്ങിയിട്ടുണ്ടാവില്ല. അവിടെയും പഠിക്കാൻ കഴിയുന്നില്ല, ഇവിടെയും പഠിക്കാൻ കഴിയുന്നില്ല. റിപ്പീറ്റിന് പോകണമായിരുന്നോ അതോ പോകാതിരുന്നത് ശരിയായോ? ഇത്തരം സമ്മർദ്ദങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു സവിശേഷമായ മാനസികാവസ്ഥയിലേക്ക് ഈ കുഞ്ഞുങ്ങളെ എത്തിക്കുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി ഓരോ തവണയും പരാജയപ്പെടുമ്പോൾ ഭ്രാന്തമായി വീണ്ടും 3-4 തവണ ഇതെഴുതി പോകുന്നവരുടെ ഒരവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്. ഞാനത് ഇന്ന് രാവിലെ ഓർക്കാനൊരു കാര്യമുണ്ടായി. ആബിദ് അടിവാരം എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ട് ഇതിനെ സംബന്ധിച്ച്. ഞാൻ എന്നോ പറയണമെന്ന് വിചാരിച്ചതാണ്. ഏതായാലും
ആ കുറിപ്പിൻ്റെ ചില പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് വായിക്കാം. നോക്കിക്കോളൂ. നീറ്റ് ദുരന്തങ്ങൾ. ഇന്ന് രാവിലെ ഒരു അധ്യാപകൻ കാണാൻ വന്നിരുന്നു. കൂടെ ഒരു മകളുമുണ്ട്. നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. 4ാം തവണയും നീറ്റ് എഴുതിയിട്ടുണ്ട്. പരീക്ഷ കഴിഞ്ഞ ശേഷം ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒന്നിനോടും താല്പര്യവുമില്ല. ഒരു സിനിമ പോലും പൂർണ്ണമായി കാണാനുള്ള ക്ഷമയില്ല. ശരീരം ക്ഷീണിക്കുന്നു. മത്സര പരീക്ഷകളുടെ കെണിയിൽ കുടുങ്ങുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കേരളത്തിൽ അനുദിനം വർദ്ധിച്ചു വരികയാണ്. 1ാം പേജിൽ വിജയികളുടെ ചിത്രങ്ങൾ സഹിതം വളരുന്ന നീറ്റ് പരിശീലകരുടെ പരസ്യങ്ങളാണ് പത്രസ്ഥാപനങ്ങളുടെ മുഖ്യ വരുമാനം. വിവിധ സ്ഥാപനങ്ങൾ കോടികൾ ഒഴുക്കിയാണ് പരസ്യം ചെയ്യുന്നത് എന്ന് തുടങ്ങിയ ഒരു വിശദമായ കുറിപ്പാണ് അദ്ദേഹം ഈ നീറ്റ് പരീക്ഷയുടെ വിവിധ കാര്യങ്ങളെക്കുറിച്ച് നൽകിയിട്ടുള്ളത്. ഒന്ന് ഓർത്തു നോക്കൂ. വിദ്യാഭ്യാസ മേഖലയിലെ, ആരോഗ്യ മേഖലയിലെ ചില നക്ഷത്ര വരുമാനമുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ എന്ന് പറയുന്നത് പോലെയാണ് നീറ്റ് പരിശീലന കേന്ദ്രങ്ങൾ. എല്ലാവർക്കും ഡോക്ടറാക്കാനുള്ള വ്യഗ്രതയിൽ, എല്ലാവർക്കും ഇതൊക്കെ ആയിത്തീരാനുള്ള വ്യഗ്രതയിൽ, പിന്നെ മക്കളുടെ ഇഷ്ടം, രക്ഷകർത്താക്കളുടെ ഇഷ്ടം, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളിൽപ്പെട്ട് ഇത്തരം കുട്ടികളെ വലിയ സമ്മർദ്ദത്തിന് അടിമപ്പെടുത്തി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നീറ്റോ മാനിയ എന്നോ നീറ്റോ ഫോബിയ എന്നോ പറയുന്ന തരത്തിലുള്ള ഒരു അസുഖത്തിലേക്ക് എത്തുകയാണ്. ഈ അസുഖം കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, ചില രക്ഷകർത്താക്കളെയും ബാധിക്കാറുണ്ട്. തങ്ങളുടെ മക്കൾ ഇവിടെ ആവുന്നത് മുതൽ വല്ലാത്ത ഉത്കണ്ഠ, കാണുന്നവരോടെല്ലാം വിളമ്പൽ, ബാക്കിയുള്ള കുട്ടികളുടെ രക്ഷകർത്താക്കളോട് അതിൻ്റെ മാർക്ക് ചോദിക്കൽ, അങ്ങോട്ടും ഇങ്ങോട്ടും അത് പങ്കുവെക്കൽ. കിട്ടിക്കഴിഞ്ഞാലോ പിന്നെ കാണുന്നിടത്തെല്ലാം, കാണുന്ന സ്ഥലങ്ങളിലെല്ലാം വെച്ച് ആവർത്തിച്ച് അയ്യോ മോക്ക് കിട്ടാഞ്ഞത് കഷ്ടമായിപ്പോയി, എൻ്റെ മോളാണെങ്കിൽ ഇപ്പോൾ അവിടെയാണ് പഠിക്കുന്നത്, അവിടെ പഠിച്ചിട്ട് അവൾക്കിനി ഡെറാഡൂണിൽ പോകണമെന്ന് പറയുന്നു, അവൾക്കിനി റഷ്യയിൽ പോകണമെന്ന് പറയുന്നു. ഇങ്ങനെയുള്ള മറ്റൊരു തരം സന്തോഷ മനോരോഗികളും സൃഷ്ടിക്കപ്പെടുന്നു. ഇത് കേൾക്കുന്ന രക്ഷകർത്താക്കൾക്കാകട്ടെ വേറൊരു തരത്തിലുള്ള മനോരോഗവും. സത്യത്തിൽ കേരളം ഭ്രാന്താലയമാണെന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദൻ ചില സാമൂഹ്യ കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ, ഇന്നൊരു നീറ്റ് പരിശീലന കേന്ദ്രത്തിൻ്റെ സമീപത്ത് കൊണ്ട് നിർത്തി രക്ഷകർത്താക്കളെയും കൂടി അവിടെ നിന്ന് സംഘടിപ്പിച്ചാൽ ഈ വാക്ക് സത്യമാണെന്ന് തോന്നിപ്പോകും.